പ്രിയമുള്ളവരെ നമസ്കാരം. ശക്തനെന്ന് തോന്നുന്നത് ശക്തമായ മനസ്സുള്ളതിനാലാണ്. ധർമ്മത്തിലൂന്നിയ പ്രവർത്തനം, ഇതാണ് ശക്തമായ മനസ്സിന്റെ അടിസ്ഥാന ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഓരോ രത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് ഞാൻ എപ്പോഴും ഓരോ രത്നങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഘടനയും പ്രത്യേകമായിട്ടുള്ള രൂപകൽപ്പനയും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഗുണത്തെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചുമൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് റൂബിയെക്കുറിച്ച് ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ ഘടനയെക്കുറിച്ച്, റൂബി എന്ന് പറയുന്ന ഒരു രത്നം എന്തുകൊണ്ടാണ് അത് മാണിക്യമെന്നതിനെ വിളിക്കും, എന്തുകൊണ്ടാണ് റൂബിക്ക് കൃത്യമായിട്ടുള്ള കല്ലുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ വിഷയം റൂബിയെക്കുറിച്ച് മാത്രമായിട്ട് സംസാരിക്കുന്നത്. റൂബി എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഓക്സിജൻ കണ്ടൻറ്റിൻ്റെയും മിശ്രിതമായ ഒരു ഫോർമേഷനിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള മിനറൽസ് ഫോർമേഷനിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ അലുമിനിയം ഓക്സൈഡിൻ്റെ A12, O32 ക്രോമിയം കണ്ടൻറ്റ്, ഈ വിവിധ മിനറൽസ് ഫോർമേഷനിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ ഇതിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന ഓരോ മിനറൽസും, ഇതിലേക്ക് നാച്ചുറലായി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന മിനറൽസിൻ്റെ കൃത്യമായിട്ടുള്ള ഫോർമേഷൻ കറക്റ്റ് ആനുപാതികമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് റെഡിഷ് കളറും പിങ്ക്, പർപ്പിൾ തുടങ്ങിയ കളറുകളിലും റൂബി കാണപ്പെടുന്നത്. അപ്പോൾ റൂബിയിൽ എന്തുകൊണ്ടാണ് ഈ മിനറൽസ് ഫോർമേഷൻ കൃത്യമായ അളവിൽ രൂപാന്തരപ്പെട്ടു എന്നും ആ അളവിൽ നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മോഡുലേഷൻ സ്ട്രക്ചറിൽ കൊടുത്തത് കൊണ്ടുമാണ് അതിനെ കല്ലുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ക്രോമിയം കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അലുമിനിയം 2, ഓക്സൈഡ് 3, ക്രോമിയം 3. അപ്പോൾ ഇത് ഒരു ശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂബി എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ അകത്ത്, മാണിക്യം എന്നുള്ള സ്റ്റോണിൻ്റെ അകത്തേക്ക് രൂപാന്തരപ്പെട്ടിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് തന്നെ നാച്ചുറലായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന മിനറൽസ് ഫോർമേഷൻ, അതിലേക്ക് പ്രകാശം അടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഒരു എനർജി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, രത്നങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയേഷൻ എനർജിയാണ്. ഈ റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജി പുറത്തേക്ക് തള്ളുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി കാണപ്പെടുന്നു. അപ്പോൾ രത്നം ധരിക്കുക, ഈ റൂബി എന്ന് പറഞ്ഞ രത്നം നമ്മൾ ധരിക്കുന്നത് എന്തിനാണ്? ഒരു റൂബി ധരിക്കുക എന്ന് പറയുന്നത്, ഒരാൾക്ക് റൂബിയാണ് ധരിക്കാൻ സാധിക്കുന്നു എങ്കിൽ ആ റൂബി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ എമറോൾഡിനെ കുറിച്ചാണ് പറഞ്ഞത്. എമറോൾഡ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്കാണെങ്കിൽ റൂബി എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിക്കാണ്. നമ്മുടെ ശരീരം എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ട്, എനർജൈസ്ഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് റൂബി സ്റ്റോണിന് കഴിയും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ലീഡർ എന്താണോ പ്രവർത്തിക്കുന്നത്, ഒരു ലീഡർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, ആ ലീഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പം നിങ്ങളുടെ ലീഡർ കപ്പാസിറ്റി ഏറ്റവും ഉയർന്നത്, നിങ്ങൾ വിരൽ ചൂണ്ടി പറയുന്ന കാര്യങ്ങൾ പോസിബിലിറ്റിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ റൂബി ധരിക്കുമ്പോൾ പൊതുവിൽ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അടുത്തതായിട്ട് നമ്മുടെ റിഫ്ലക്ഷനാണ്. അട്രാക്റ്റീവായിട്ട് നമുക്ക് റൂബി ധരിക്കുന്ന ഒരാൾക്ക് അട്രാക്റ്റീവായിട്ട് സംസാരിക്കാനും അട്രാക്റ്റീവായിട്ട് കാര്യങ്ങളെ അബ്സോർവ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി റൂബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കല്ലുകളുടെ രാജാവ് എന്ന് പറയുന്നത്. രാജാവിൻ്റെ ധർമ്മം എന്താ? രാജാവെന്ന് പറയുന്നത് ഒരു ജനസമൂഹത്തെ നിയന്ത്രിക്കുന്നതാണ്. അപ്പോൾ റൂബി ധരിക്കുന്ന എല്ലാവരും പോയി ജനസമൂഹത്തെ നിയന്ത്രിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല പറയുന്നത്. അതിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി എപ്പോഴും ഉയർന്നു നിന്നാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായാലും എന്തായാലും ഒരു ഉയർച്ച ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മുടെ വാക്കിന് വില കൽപ്പിക്കും. നിങ്ങൾ പറയുന്നൊരു വാക്ക് ഒരു സമൂഹത്തിനിടയിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിനൊരു സ്ഥിരതയുണ്ടാവും. അതാണ് റൂബി എന്ന് പറഞ്ഞ രത്നത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് റൂബിയിൽ പ്രധാനപ്പെട്ടതായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ക്യാരറ്റ് റൂബിയിൽ ധരിക്കുമ്പോൾ നിർബന്ധമാണോ? സാറേ, എനിക്കൊരു 3 ക്യാരറ്റ് ധരിച്ചാൽ മതി, എനിക്കൊരു 2 ക്യാരറ്റ് ധരിച്ചാൽ കൊള്ളാവോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഏത് സ്റ്റോണല്ല, റൂബി അല്ല, എമറോൾഡ് അല്ല, യെല്ലോ സഫയർ അല്ല, വൈറ്റ് സഫയർ അല്ല, ഗ്രീൻ സഫയർ അല്ല, ഇനി ബ്ലൂ സഫയർ അല്ല, ഇനി ഏതായാലും ശരി,
നമ്മൾ ഭാരത്തിന് ആനുപാതികമായിട്ട് മാത്രമേ രക്തങ്ങൾ ധരിക്കാൻ പാടുള്ളൂ. 3 ക്യാരറ്റ് ഒരു 80 കിലോ 90 കിലോ ഉള്ള ഒരു മനുഷ്യന് 3 ക്യാരറ്റ് ധരിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള ഗുണവുമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രക്തങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള റേഡിയേഷൻ തെറാപ്പിയാണ്. ആ തെറാപ്പി നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമായിട്ടാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ ഒരു രക്തം ധരിക്കുമ്പോൾ 70 കിലോയും 80 കിലോ ഭാരമുള്ള ഒരാൾ ധരിക്കേണ്ട ക്യാരറ്റ് അല്ല 80 മുതൽ 90 വരെ ധരിക്കേണ്ട, 90ന് മുകളിലോട്ടുള്ളവർ ധരിക്കേണ്ടതും അങ്ങനെയല്ല. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഭാരത്തിന് ആനുപാതികമായിട്ട് നമ്മൾ റൂബി ധരിക്കേണ്ട. റൂബി ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റൂബി സ്റ്റോൺ എന്ന് പറയുന്നത് അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോണല്ല. അത് വളരെ ശുദ്ധതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റ് സ്റ്റോണുകളെ പോലെ നമുക്ക് ഏതെങ്കിലും ഊരി മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ ഒന്നും പറ്റുന്നൊരു സ്ഥാനമല്ല. റൂബി ഇറ്റ്സ് കെയർഫുള്ളായിട്ട് വളരെ വൃത്തിയായിട്ട് ശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ട ഒന്നാണ്. റൂബി ധരിക്കാൻ പാടില്ലാത്തവർ റൂബി ധരിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ധരിക്കേണ്ട എവറോളാണ്, നിങ്ങൾ റൂബി മേടിച്ച് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ധരിക്കേണ്ട സ്റ്റോണുകൾ എപ്പോഴും അവനവന് ധരിക്കേണ്ടത് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അതിനപ്പുറം ധരിക്കാൻ പാടില്ലാത്തൊരു സ്റ്റോൺ ധരിച്ചാൽ ആ റൂബി ഭംഗിയുണ്ടല്ലോ എൻ്റെ കയ്യിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അത് ധരിച്ച് നിങ്ങൾ ബോധ്യപ്പെടണമെന്ന് ഞാൻ പറയുള്ളൂ. അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും സാധിക്കുന്നതല്ല. അത് നമ്മൾ ധരിച്ച് തന്നെ അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സാധനം റൂബി എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മൈൻസുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബർമയിൽ നിന്ന് കിട്ടുന്ന റൂബിയാണ് ഏറ്റവും നല്ല മൂല്യമുള്ള റൂബി. അതേ സ്ഥാനത്ത് ഓരോ മൈൻസിനും മഡഗാസ്കർ മൈൻ ഓരോ മൈൻസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ധരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള, ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോണാണ് റൂബി. അത് ഏറ്റവും നല്ല രീതിയിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു റൂബി സ്റ്റോണ് ഒരാൾ ഒരു ജുവലറിയിൽ നിന്ന് മേടിച്ചതാണ്. അവർക്ക് റൂബി സ്റ്റോണ് ധരിക്കാൻ പാടില്ല. അവരൊരു 7 ക്യാരറ്റ് റൂബി സ്റ്റോൺസ് പ്രിഫർ ചെയ്ത് മേടിച്ചു, നടുവിരലിൽ ധരിച്ചിരിക്കുക. അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് പേഴ്സണലാണ്, അത് അവർക്ക് സംഭവിച്ചത് എന്താണെന്നിരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നമ്മൾ കാണിക്കുന്ന അശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രവൃത്തി അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു റൂബി ധരിക്കാൻ പാടില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ റൂബി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് ആയിരിക്കും നടക്കുക. പക്ഷേ ഇതിലൊരു സത്യമുണ്ട്, നാച്ചുറലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നാച്ചുറലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ സിന്തറ്റിക്കും ഗ്ലാസിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, അത് കൊടുക്കുന്ന കടകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ടൊരു സാധനം കൊടുക്കുമ്പോൾ കല്ല് സത്യമുള്ളതാണ്, കല്ല് ജീവനുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളിൽ ഏറ്റവും നല്ല ജീവനുള്ള വസ്തു എന്ന് പറയുന്നത് കല്ല് തന്നെയാണ്. കാരണം കല്ലിൻ്റെ അകത്ത് മാത്രമേ മിനറൽ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നുള്ളൂ. ബാക്കി കല്ലിനെ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓയിലായാലും പെട്രോളിയായാലും മറ്റു സാധനങ്ങളായാലും പ്രകൃതിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത് അത് വിനിയോഗിക്കുന്ന ഒറ്റ പ്രോസസ്സിങ്ങിലേക്ക് മാത്രം വിനിയോഗിക്കുന്നു. രത്നങ്ങളെന്ന് പറയുന്നത് വിവിധ കളറുകളിൽ, വിവിധ ആകൃതികളിൽ, വിവിധ ഭാവങ്ങളിൽ രത്നങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പ്രകൃതി നമുക്ക് ദാനമായിട്ട് തരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവനുള്ള ഒരു സാധനമാണ് കല്ല്. രത്നങ്ങളെന്ന് പറയുന്ന ജീവനുണ്ട്. അത് നമ്മുടെ ശരീരവുമായിട്ട് നമ്മുടെ ശരീരത്തിലെ എനർജിയുമായിട്ട് അത് കൂടിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ, നമുക്കുണ്ടാകുന്ന ഒരു എനർജി, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹാരിത ഉള്ളതാണ്. ധരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പടിവാതിലുകളായിട്ട് ഓരോ രത്നങ്ങൾ മാറാറുണ്ട്. ഞാൻ പറഞ്ഞത് ഓരോ തെറാപ്പിയുടെ അടിസ്ഥാനത്തിലാണ്. റേഡിയേഷൻ തെറാപ്പി രത്നങ്ങളിലൂടെ സാധിക്കുമ്പോൾ അതേ രീതിയിൽ ആ ശരീരത്തിനെ നമുക്കൊന്ന് എനർജൈസ്ഡ് ചെയ്യാൻ വേണ്ടി രത്നങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതിലും ഒരു സംശയവുമില്ല. അപ്പോൾ ഈ രത്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ധരിക്കുക എന്നുള്ളത്, രത്നങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് ധരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ രത്നങ്ങളിൽ മോതിരം, നമ്മൾ നാച്ചുറൽ രത്നം, നമ്മൾ ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ രത്നമാണെങ്കിൽ നമ്മളൊരു കസ്റ്റമറിന് നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ആ രത്നങ്ങളെ ഗോൾഡാക്കി
ഗോൾഡിലാണെങ്കിൽ ഗോൾഡ്, സിൽവറിലാണെങ്കിൽ സിൽവറിൽ ഞങ്ങൾ മോതിരം കല്ല് ഫിക്സ് ചെയ്താൽ കൊടുക്കുന്നത്. കാരണം കല്ല് ഫിക്സ് ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കല്ല് ഞെരുക്കത്തിലൂടെ ഇതിൻ്റെ അകത്തേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ആ കല്ല് ധരിച്ചതുകൊണ്ട് കാര്യമില്ല. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ധരിക്കുന്ന ഒരു കല്ലിന് അകത്തേക്കുള്ള രീതിയിലേക്ക് ഒരു സ്ക്രാച്ച് ഔട്ട് വന്നു, അതായത് നമ്മുടെ കൈ ഇടിച്ച് പൊട്ടി, അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിയ കല്ല് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് എത്ര പേർക്കറിയാം? അപ്പോൾ കല്ല് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ കല്ലിനെ കെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ രക്തങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു രക്തം നമ്മുടെ കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിയാൽ നമ്മുടെ സമയദോഷമെന്നല്ലാതെ അതിന് മറ്റൊന്നും പറയില്ല, അതിന് പിന്നെ വാല്യൂ പോലും ഉണ്ടാകത്തില്ല. പൊട്ടിയ രക്തം എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല, പോളിഷ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ ഘടനയിൽ അതിൻ്റെ വെയിൻസ് ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിൽ ഒരു ബ്രോക്കൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ മുടക്കുന്ന എക്സ്പെൻസും വേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തോ വലിയ ദോഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ള ഇതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് മാറും. അതുകൊണ്ട് രക്തങ്ങൾ, നാച്ചുറൽ രക്തങ്ങൾ വളരെ വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതിനെ അതിൻ്റെ ശുദ്ധിയോടുകൂടി കാണുക, അതിനെ അതിൻ്റെ വിശ്വാസത്തോടുകൂടി കാണുക. എന്നാൽ മാത്രമേ നമുക്ക് അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഏറ്റവും ഉച്ചസ്ഥായിയിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി രക്തങ്ങൾക്ക് സാധിക്കും. നമ്മൾ രക്തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള എനർജി നമുക്ക് തരുന്നത്. ഞാൻ രക്തങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, രക്തങ്ങൾ മനോഹരമായി കാണുന്നത് പോലെ, വർണ്ണാഭമായി കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളും ഏറ്റവും മനോഹാരിതയും വർണ്ണാഭമായിട്ടും തന്നെ ഉണ്ടാകട്ടെ. ഏറ്റവും നല്ല ജീവിത സായാഹ്നങ്ങളിലും ജീവിത യാത്രകളിലുമൊക്കെ ഒരുപാട് പേർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ വിതറിയ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കാൻ രത്നങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.